RSSന് ചിട്ടയുണ്ട്, അച്ചടക്കമുണ്ട്. അതിൻ്റെ അടിസ്ഥാനം വർഗീയതയാണ്, വംശീയതയാണ്. ദാറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ മിയർ ഓട്ടോക്രസി. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ദിരാഗാന്ധിയോട് ഒരു ആരാധനയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? മോഡി RSS പ്രോഡക്റ്റ് അല്ലേ? അദ്ദേഹം കാക്കുന്നേക്കറായിട്ട് ഡ്രില്ല് നടത്തി വന്ന ആളല്ലേ? അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അതല്ലേ? ബാക്കി ജനാധിപത്യം അതിൻ്റെ പുറമെ വെച്ച് കെട്ടിയിരിക്കുന്നതല്ലേ? ജനാധിപത്യവാദിയാവാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ചിലപ്പോൾ. പക്ഷേ അകത്തിരിക്കുന്നത് മറ്റേതാണ്. ഇന്ദിരാഗാന്ധിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ശൈശവകാലം മുതലുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ ഫലമായി ഒരു വാശിക്കാരി, ആ ഏകാധിപ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ മോഡിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് എന്താ പറയുന്നത്, ഒരു RSS മൈൻഡുണ്ട്. RSSന് ചിട്ടയുണ്ട്, അച്ചടക്കമുണ്ട്, ഒരു പ്രതിസന്ധിയിലും തള്ളത്തില്ല. എത്ര ക്ഷമയോടുകൂടി പ്രവർത്തിച്ചിരുന്ന അധികാരി എത്ര കാലമായി, അവരെ ആർക്കും കണ്ടുകൂടാ, അവരുടെ പേര് പോലും ആരും പറയില്ല, അവരുടെ പൊതുയോഗത്തിന് സെക്യൂരിറ്റി ആരും പോകില്ല, ഇപ്പോഴും പോകത്തില്ല. പക്ഷെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു പാർട്ടി ഫ്ലോട്ട് ചെയ്തുകൊണ്ട് എത്തിയില്ലേ? അതിൻ്റെ അടിസ്ഥാനം വർഗീയതയാണ്, വംശീയതയാണ്. ദാറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ മിയർ ഓട്ടോക്രസി. ഇന്ദിരാഗാന്ധിക്ക് മിയർ ഓട്ടോക്രസി മാത്രമേ ഉള്ളൂ. ഇത് വർഗീയതയിൽ മിക്സ് ചെയ്തെടുത്ത, അതിലെ സിമെൻറ്റ് കുഴച്ചെടുത്ത ഓട്ടോക്രസി.